ാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. കാരണം എന്തറിയോ, മേ ബി മുമ്പ് ഈ ഒരു പേഴ്സണ് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അയ്യേ നിനക്കൊരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ നിന്റെ കൂടെ വരുന്ന ആള് നാലിണ്ടെന്ന് പിണങ്ങി പോകും, ഈ ഒരു കൈൻഡ് ഓഫ് എനർജി ആയിരിക്കാം ഈ ഒരു പേഴ്സന്റെ മുൻപുണ്ടായിരുന്ന പാർട്ട്ണർ ആ പേഴ്സന്റെ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഈ പേഴ്സൺ അത്രമേൽ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത് കൊണ്ട് ആ വ്യക്തി പറഞ്ഞ ഓരോ ഹേർട്ടും ഓരോ പോയിന്റും ആ ഒരു പേഴ്സന്റെ മനസ്സിലിരുന്ന് ഇപ്പോഴും വിങ്ങി പൊട്ടുന്നുണ്ട്. ആ പേഴ്സൺ മൂവ് ഓൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നാണ് സ്വയമേ ഈ ഒരു പേഴ്സൺ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടും ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നില്ല. അതായത് നിങ്ങൾ ഇനി എത്ര വർഷം ഈ ഒരു പേഴ്സണെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സൺ ഇനിയും ഹീലാകാനുണ്ട്, ഇനിയും ഈ പേഴ്സൺ നിങ്ങളുടേതാകാനുണ്ട്. ആൻഡ് ആ ഒരു നെക്സ്റ്റ് 48 hours എനിക്ക് മനസ്സിലാവുന്നത് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് ഗുണമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളാണ് ഇവർക്ക് പോസിറ്റിവിറ്റി നൽകുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ അമethst സ്റ്റോൺ